ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു മുടി ഒന്ന് വെട്ടാൻ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങളായിട്ട് നമ്മുടെ ഗ്രാജുവേഷൻ ആൻഡ് കോൺവെക്കേഷൻ ഉണ്ട്. സോ നമുക്ക് തിരിച്ച് കോളേജിൽ പോകണം. സോ ഒരു കോളേജ് വ്ളോഗ് കമ്മിങ് സൂൺ. സോ അതിന് മുമ്പ് നമുക്കൊന്ന് സെറ്റായിട്ട് പോകണം. കാരണം ഫോർമൽ ഇടുമ്പോൾ ഈ ലുക്ക് അത്ര പോരാ ഗൈസ്. സോ വേറൊരു ലുക്ക് ട്രൈ ചെയ്യാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ ഗുഡ് ആൻഡ് അടിപൊളി ഹെയർ കട്ട്. പിന്നെ ഈ താടിയും സംഭവങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് സെറ്റാക്കണം. സോ എന്തായാലും ഞാൻ പോട്ടെ. ഗൈസ്, അങ്ങനെ മുടി വെട്ടി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. സോ നമ്മൾ അത്യാവശ്യം ഫോർമൽ ലുക്കിൽ പോകുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കുള്ള പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. സോ ഇതാണ് മുടി വെട്ടി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലുക്ക് ഗൈസ്. കൊള്ളാമോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എങ്ങനെയുണ്ട്? പിന്നെ താടിയും മീശയൊക്കെ ഒന്ന് ചെറുതാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രായം കുറഞ്ഞ പോലെ ഇല്ലേ, ചെറുതായിട്ടൊക്കെ ഇല്ലേ? സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. സോ നമ്മളങ്ങനെ ഫാമിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി കുറച്ചധികം പരിപാടി ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇനിയിപ്പോൾ കോൺവെക്കേഷൻ പോകണമെങ്കിൽ ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. സോ നമ്മൾ അവിടെയൊക്കെ നമുക്ക് ദില്ലുണ്ട്, പക്ഷേ ഇത്രയും ഭാഗം നമുക്ക് കായലേ എടുക്കാം. അവിടത്തേക്ക് നമ്മൾ കുക്കുംബർ കയറ്റാൻ പോവുകയാണ് ഗൈസ്. സോ കുക്കുംബർ തൈകൾ നല്ല സെറ്റായി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ ഇനി ഇവിടെ ഫുള്ള് വരി സെറ്റാക്കിയിട്ട് പിന്നെ ഈ വള്ളിമ കൂടിയൊക്കെ മുകളിലേക്ക് കയറ്റി കൊടുക്കണം. സോ എന്തായാലും ഞാൻ ഇവരെ സെറ്റാക്കി എടുക്കട്ടെ. സോ സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കുക്കുംബർ തൈകളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുള്ള് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതേ നമ്മൾ ഇതവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഗ്യാപ്പുള്ളിടത്തൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മുടെ ദില്ല് എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യണം. സോ അത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പേസ് ആകുമ്പോൾ നമുക്കൊരു 5 എണ്ണോളം ബാക്കി നിൽപ്പുണ്ട്. അവരെയും കൂടി കയറ്റി കൊടുക്കാം. സോ ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ കുക്കുംബർ തൈകളൊക്കെ സെറ്റാക്കിയ ശേഷം പിന്നെ നമ്മുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. സോ നമ്മുടെ പോട്ട് ക്ലീനിങ് ആണ്. സോ ഇന്നലെ നമ്മൾ കുറച്ച് ചെയ്തു, ബാക്കി നമ്മൾ എന്താ ചെയ്തേക്കണേ. സോ ഇത് OSS ക്യൂബും വേസ്റ്റും ഒരു സൈഡിൽ, നമ്മുടെ വേര് ഒരു സൈഡിൽ, പിന്നെ അതേ നമ്മുടെ പോട്ടുകളിരിക്കുന്നു. ഇനി ഇത് കൊണ്ടുപോയി കഴുകണം ഗൈസ്. കുറച്ച് ഇന്നലെ ഇട്ട പോട്ടൊക്കെ അവിടെ വെള്ളത്തിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി അത് പോയി കഴുകണം, ഇതും കഴുകിയെടുക്കണം. എന്നിട്ടാണ് നമുക്ക് പണി തീർക്കാനായിട്ട്. സോ എന്തായാലും ഈ വേസ്റ്റുകളൊക്കെ ഇനി കൊണ്ടുപോയി ഡംപ് ചെയ്യട്ടെ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗൈസ്. നമ്മളങ്ങനെ പോട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ബൈ ഗൈസ്. സോ ഞാൻ ഇനി തിങ്കളാഴ്ച വരുള്ളൂ. അതുവരെ നല്ല കുട്ടികളായി നിന്നോളാം എല്ലാവരും, കേട്ടല്ലോ? സോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായി നിൽക്കട്ടെ. സാറ് ഇടയ്ക്ക് വരും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നാൽ മതി. ഇതെന്താ മറ്റേ എന്തോ ഇലയമ എന്തോ ഇരിക്കുന്നു ഗൈസ്. ആരും ഇരിക്കണേന്ന് നോക്കിയേ, സൂപ്പർ. അവന് എല്ലാ ആവശ്യം ഉണ്ടോ ഇങ്ങോട്ട് കയറണ്ടേ? അവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും. അപ്പോൾ അവനെ പിടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല ഗൈസ്. സോ അത് കണ്ടുപിടിക്കണം. സോ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ വ്ളോഗ്. സോ നാളത്തെ വ്ളോഗിൽ നമ്മൾ വെള്ളൂർ പോകുന്നതായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ കോളേജിൽ പോയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് കോൺവെക്കേഷൻ മറ്റേ തൊപ്പി എറിയുന്ന സാധനമൊക്കെ ഉണ്ട് ഗൈസ്. സോ നാളത്തെ വീഡിയോയിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ വഴിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഉള്ള ഞായറാഴ്ച നിങ്ങൾ കാണും നമ്മുടെ കോൺവെക്കേഷൻ്റെ വ്ളോഗ് ഔട്ട് ആവുന്നതായിരിക്കും. സോ കീപ് വെയിറ്റിംഗ്. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗ് ആയിരുന്നു എല്ലാവർക്കും.